എന്താ സാറേ നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചാ മറന്നുപോയി. ജോലിക്ക് പോയില്ലേ ഇന്ന്? ഞാൻ ജോലിക്ക് പോയാലേ നിന്റെ കടയിൽ ചായ എങ്ങനെ സെയിലാവുക? ചൂടുവെള്ളത്തിൽ ചുണ്ണാമ്പ് മിക്സ് ചെയ്തിട്ട് 1000 ചോദ്യം ചോദിക്കും. യുവതി കാമുകനൊപ്പം ചേർന്ന് തന്റെ ഭർത്താവിനെ കൊന്നു. പേപ്പർ എടുത്താൽ തന്നെ കൊലപാതകവും കൊള്ളയും പീഡനവും മാത്രമേ ഉള്ളൂ. സെക്സ് പോയിന്റ് കൂടിയെന്നോ? അത് സെൻസെക്സിന്റെ കാര്യല്ലേ? നീ എന്താണ് സെക്സിനെ പോലെ വായിക്കുന്നേ? ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക. യവൻ എവളെ വലിച്ചോണ്ട് പോയി, യവൻ എവളെ റേപ്പ് ചെയ്ത്, അങ്ങനത്തെ ന്യൂസ് മാത്രമാണ് നീ തെരഞ്ഞു വായിക്കുന്നത്. ചോദിച്ച പേപ്പറിനെ കുറ്റം പറയും. പേപ്പറിൽ എത്ര നല്ല വാർത്തയൊക്കെ വരുന്നുണ്ട്. നോക്കട്ടെ, ഒരു നല്ല വാർത്ത പറഞ്ഞേ. സാർ എന്നെ വിട്ടേക്ക് സാറേ. നിങ്ങളെ പോലെയുള്ള ഒരു കാര്യമാണ് പേപ്പറിൽ ഇതുപോലത്തെ ന്യൂസ് ഒക്കെ വരുന്നത്. പിന്നെ ഈ ഏരിയയിൽ നമസ്കാരം. എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നോളൂ മോനെ. നിനക്ക് സുഖാണോ? സുഖം തന്നെ. ഞാൻ മേളിൽ പോണമേ. ഒരു മിനിറ്റ്, ഞാൻ വരാവേ. വാസു, എന്താമേ? അവരെന്തിനാ വന്നേക്കുന്നറിയോ? എന്തിനാ? കഴിഞ്ഞ മാസം നമ്മൾ നാട്ടിലൊരു കല്യാണത്തിന് പോയില്ലേ? അതെ. അവിടെ വെച്ച് അവരുടെ മോളോട് സംസാരിച്ചോ? അതിനെന്തമ്മേ? ആ പെൺകുട്ടിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടായെന്ന്, അതുകൊണ്ട് അന്വേഷിക്കാൻ വന്നതാ. അമ്മേ, ഞാൻ ഓൾറെഡി പറഞ്ഞില്ല എനിക്ക് കല്യാണം വേണ്ടെന്ന്. ഇനി ഈ കാര്യം പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് കയറി പോയേക്കരുത്. എടാ, എന്തിനാ ഒച്ച വെക്കുന്നേ? അവരതൊക്കെ കേക്ക് ഓടുന്നു. ആദ്യം നിങ്ങൾ സ്ഥലം കളിയേക്ക്. വാസു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ പറഞ്ഞത് കേട്ട് അവരൊന്നും പറയാതെ ഇറങ്ങിപ്പോയി. നാട്ടിൽ പോയി നമ്മളെ കുറിച്ച് എന്തൊക്കെ അവർ പറയും. നീ എന്തിനാണ് ആ പെങ്കുസിനോട് സംസാരിച്ചേ? അവൾക്ക് വെറുതെ ഒരു ഇഷ്ടം തോന്നാനായിട്ട്. ലക്ഷ്മി, ലക്ഷ്മി, നിന്റെ അച്ഛൻ വന്നു. വീട്ടിൽ വരുന്ന വിരുന്നുകാരോട് എങ്ങനെ സംസാരിക്കണം അറിയില്ലേ? അവർ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ വരുന്നത്. അതല്ല, അവനെന്തോ ചെറിയ ദേഷ്യത്തില്. എന്ത് ദേഷ്യം? അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ നീ ആയിരിക്കും കാരണം. ഞാൻ എന്താ ചെയ്തത്? അല്ല, പിന്നെ ഞാനാണോ ചെയ്തത്? 1 മാസം സമയം കൊടുത്തു, 6 മാസം കഴിഞ്ഞ് 8 മാസമായി. ഇതുവരെയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു മറുപടിയില്ല. ഇതിൽ കൂടുതൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ബ്രോക്കറോട് സംസാരിച്ചു കഴിഞ്ഞു. നാളെ കഴിഞ്ഞ് രാവിലെ പെണ്ണ് കാണാൻ പോവാ. നിന്റെ മോനെ റെഡി ആക്കിക്കോ. അമ്മേ, എടാ, ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ടമേ. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. നിന്നോടാരാ ഇപ്പൊ കല്യാണം കഴിക്കാൻ പറഞ്ഞേ? പെണ്ണ് കാണാൻ പോകാനല്ലേ പറഞ്ഞുള്ളൂ. അമ്മേ, എന്തിനമ്മേ വെറുതെ? നീ തന്നെയല്ലേ പറഞ്ഞത് 6 മാസത്തിൽ ആ പെങ്കുച്ചിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോളാന്ന്. പറയുന്നത് കേക്ക് വാസു. ഓൾറെഡി അച്ഛൻ ദേഷ്യത്തിലാ. ഇപ്പൊ നീ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ വീട്ടിൽ ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ എന്നോട് എന്താ ചെയ്യാൻ പറയുന്നേ? നാളെ കഴിഞ്ഞ് പെണ്ണ് കാണാൻ പോവാ. റെഡിയായിരുന്നോ? എന്റെ സുരേഷ്, നീ ആ വണ്ടി നോക്കിയായിരുന്നു? അത് എന്ത് കണ്ടീഷനാ ഉള്ളത്? നോക്കിയേട്ടാ, എന്തൊരു ഡാമേജാ. അതിന് മാത്രം എവിടെയാ കൊണ്ടുപോയത്? വെള്ളം അടിച്ച് ബോധമില്ലാതെ അതാ പുളിമരത്തിന് അടിയിൽ കൊണ്ടുപോയി ഇട്ടു. കേട്ടപ്പോ അഹങ്കാരത്തോടുള്ള മറുപടിയും. വേറെ ഡ്രൈവറെ വിളിച്ചാ കൊണ്ടുവന്നത്. എന്താ ഇത് ചേട്ടാ, ഒരു നല്ല ഡ്രൈവറെ വെക്കണ്ടേ? വരുന്നവന്മാർ മുഴുവൻ ഇങ്ങനത്തെ സ്വഭാവക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്താണോ വിചാരിച്ചേ? ആരോട് ചോദിച്ചിട്ടാ വണ്ടി എടുത്തിട്ട് വന്നേ? തന്റെ വണ്ടിയുടെ ബ്രേക്ക് ശരിയില്ലെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യാനോടോ? എടാ മോനെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. ഞാൻ ചോദിക്കുന്നതിന് ആദ്യം എന്താ മറുപടി പറ. ആരെങ്കിലും കൊണ്ട് വണ്ടി എടുപ്പിക്കല്ലേ? പിന്നെ സംസാരിക്കാം. നിങ്ങളൊന്ന് പോയേ. നീ ആരാ? നിന്റെ പണി നോക്കി പോടാ. ആരോടാ ഡ്രൈവർ? ആരുടെ കൈയോടെ തട്ടി മാറ്റുന്ന? ഞാൻ ആരാന്നറിയോ? കൊന്നോളോ ഞാൻ. നീ വന്നത് മുതൽ തുടങ്ങിയതാണല്ലോ. നീ ആരാ നടന്നിന്റെ വിചാരം? നിന്റെ തന്തയുടെ പ്രായമുള്ള ഒരാളെ തല്ലാൻ പോകുന്നോ? ഏയ്, ദേഹത്ത് കൈവയ്ക്കാറായോ നീ? ഇപ്പൊ വരാടാ, കാണിച്ചു തരാം ഞാൻ. ഇപ്പൊ വരാം. ചേട്ടാ, പിടിയേട്ടവേ, ഇനി ഞാൻ അവനെ ശരിയാക്കി തരാം. വാടാ വാടാ, നീ ആരെങ്കിലും വിളിച്ചിട്ട് വാടാ. എന്റെ ചേട്ടൻ രേഖ കൂടെ ഉണ്ടടാ. പറയട്ടെ ചേട്ടാ, വണ്ടി റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ഇപ്പൊ നിങ്ങൾ വിളിക്കോ? ശരി, ഫോൺ ചെയ്താൽ മതി. ശരി ചേട്ടാ. സുരേഷ് ഇല്ലേ? പെയിന്റിംഗ് വർക്ക്ഷോപ്പിലുണ്ട് ചേട്ടാ. മറ്റവനോ? കടയിൽ പോയേക്കുവാ. എടാ, ആ ലോറിയുടെ പണി കഴിഞ്ഞോ? റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ. ഇപ്പൊ തീരും. ഒന്ന് പെട്ടെന്നാവട്ടെ. കസ്റ്റമർ വെറുപ്പിച്ചോണ്ടിരിക്കുക. ശരി ചേട്ടാ. എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞ അവൻ ഫോൺ വിളിച്ചു. അത് ഏതോരുത്തം വന്ന് എന്തോ പറഞ്ഞിട്ട് പോയതാടാ. അതൊക്കെ വിടറാ. ആറാവന്മാര് ആ ലാസ്റ്റ് ഇറങ്ങിയാലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയത്. ഒന്നും പറയണ്ട. ആരാ അടിച്ചത്?
ഇവനേട്ടാ. ഏയ്, സാറേ സാറേ നീ എന്താ വലിയ ആളാണോ? സംസാരിച്ചു തീർക്കാം സാറേ. അവൻ അറിയാ ചെയ്ത സാറേ. നീ പോടാ. വേഗം. സാറേ സാറേ അറിയാ ചെയ്തു പോയി സാറേ. സാറേ പ്ലീസ് സാറേ please സാറേ. സാറേ നല്ലോണം കൊടുക്കടാ. ദുരിതനെ. എടാ പുറകില്. വാടാ. എടാ വിടറാ. പേടിത്തൊണ്ടന്മാര് ഓടുന്ന കണ്ടില്ലേ? എന്താണ് പ്രശ്നം? ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ? എന്ത് വിടാനോ? എന്നെ കൊണ്ട് വിടാൻ പറ്റില്ല. ആരവരൊക്കെ? എല്ലാ പ്രശ്നവും തീർന്നു. നീ എന്തിനാ കിടന്ന് കാരണം? നമ്മുടെ ഷെഡിൽ വന്ന് കളിയാക്കിട്ട് പോയിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം ഒന്നല്ലെന്ന് പറഞ്ഞാലോ? വാടാ. ഹൗമാർ നമ്മളെ ഇവിടെ വന്ന് കളിയാക്കിട്ട് പോയതല്ലേ? ഹൗമാർ ഏരി പോയിട്ട് കഥകളി കളിക്കാം. അതിന് 2 ദിവസം അവിടെ അളിയാ. എന്താടാ? ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും പോയിട്ട് കഥകളി പഠിച്ചിട്ട് വരാം. ആ ചെരിപ്പൊരിക്കേ. ഞാൻ സീരിയസ് ആയി സംസാരിക്കുമ്പോ നിങ്ങൾ എന്താ ഇവിടെ കളിക്കുവാണോ? ഒരു കാര്യം, ഇതുവരെ നീ എന്റെ തനി സ്വഭാവം കണ്ടിട്ടില്ലല്ലോ. ഇല്ല അളിയാ, പക്ഷെ വേറെ പലതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി നീ എന്റെ തനി സ്വഭാവം കാണാൻ പോകുന്നേ ഉള്ളൂ. വാടാ. എന്താ അങ്ങോട്ട് നോക്കടാ. ഇവിടെ പ്രശ്നം സർ സർ ഒന്നുമില്ല സർ. നീയല്ലേ ഇവിടുത്തെ റൗഡിയാണോ നീ? ആടാ അവിടെ. ഇരിക്കടാ അവിടെ. ഇതിനാ സാർ എല്ലാത്തിനും കാരണം. ഓടിച്ചാ കാണിക്കും. അടിക്ക്. അടിക്ക് നല്ലത്. അടിക്കവനെ. ഓടിപ്പോയെന്നോ? അപ്പൊ ഇതാരാ? അപ്പൊ ഇത് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? ശരി ശരി, സ്റ്റേഷനിലേക്ക് വന്നൊരു കംപ്ലൈന്റ് വന്നേക്ക്. ശരി സർ. വണ്ടി എടുക്ക്. ചെരുപ്പിടി കേട്ടോ. എടാ ഷർട്ട് പിടിച്ച് വലിക്കലടാ.